നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ച് ഹൈക്കോടതി. ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കും. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ലെന്നും ഉദ്യോഗസ്ഥരുമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. അതേസമയം ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയിൽ കവർച്ച നടന്നെന്ന് ഇടക്കാല റിപ്പോർട്ടിൽ ദേവസ്വം വിജിലൻസ് സ്ഥിരീകരിച്ചു. കേസെടുക്കാൻ അധികാരമില്ലാത്ത ദേവസ്വം വിജിലൻസിനായിരുന്നു സ്വർണ്ണപ്പാളിയിൽ ഇതുവരെ അന്വേഷണ ചുമതല. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയിൽ കവർച്ച നടന്നെന്ന് സ്ഥിരീകരിക്കുന്ന ദേവസ്വം വിജിലൻസിന്റെ ഇടക്കാല റിപ്പോർട്ട് പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ നിർണായക തീരുമാനം. ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഹൈക്കോടതി ഓർഡർ പ്രകാരം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഓർഡർ പ്രകാരം നമുക്ക് സൈബർ വിദഗ്ധർ ഉൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിന്റെ ഭാഗമാകും. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇടക്കാല റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. 1 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. അന്വേഷണത്തെ സർക്കാർ സ്വാഗതം ചെയ്തു. ഏറെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത്തരമൊരു നിലപാടിലേക്ക് വന്നു. ഇക്കാര്യത്തിൽ കോടതിയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു. സ്വർണം പൂശാൻ താൽപര്യമറിയിച്ച് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന് അയച്ച ഇമെയിൽ സന്ദേശമടക്കമുള്ള വിവരങ്ങൾ ദേവസ്വം വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിക്കൂട്ടിലാക്കിയാണ് ദേവസ്വം വിജിലൻസിന്റെ ഇടക്കാല റിപ്പോർട്ട്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയ സ്വർണ്ണപ്പാളിയല്ല തിരികെ എത്തിച്ചതെന്ന് ഫോട്ടോ പരിശോധനയിലൂടെ സ്ഥിരീകരിച്ചു. തിരികെ എത്തിച്ച സ്വർണ്ണപ്പാളികളുടെ കാലപ്പഴക്ക നിർണയ പരിശോധന നടത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചെന്നൈയിൽ കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ തിരികെ കൊണ്ടുവന്നപ്പോൾ തയ്യാറാക്കിയ മഹസറിലും പൊരുത്തക്കേട് കണ്ടെത്തി. മഹസറിൽ തിരുവാഭരണം കമ്മീഷണറും ദേവസ്വം സ്മിത്തും ഒപ്പിട്ടിട്ടില്ല. 24 കൊച്ചി. 24 ബിഗ് ബ്രേക്കിംഗ്. ശബരിമലയ്ക്ക് പിന്നാലെ കൊല്ലം ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലും സ്വർണ്ണപ്പാളി വിവാദം. ക്ഷേത്രത്തിലെ സ്വർണ്ണ കൊടിമരം ക്ലാവ് പിടിച്ച സംഭവത്തിൽ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം എങ്ങുമെത്തിയില്ല. 6 കിലോ സ്വർണം ഉപയോഗിച്ച് പണിത കൊടിമരം 3 മാസം കൊണ്ട് കറുത്തുപോയിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി കൊണ്ടുപോയ കൊടിമരത്തിലെ സ്വർണ്ണപ്പാളി ദേവസ്വം ബോർഡ് തിരിച്ചു തരുന്നില്ലെന്നാണ് പരാതി. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇവിടെ നിന്നപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി കൊടിമരം ഒന്ന് ചെന്ന് കാണണമെന്ന്. അങ്ങനെ ചെന്ന് കണ്ടപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് തോന്നിയത്. അപ്പം തന്നെ അത് ദേവസ്വം ബോർഡിന് ഞാൻ പരാതി, അന്ന് ഗോവിന്ദൻ നായർ സാറാണ് പ്രസിഡന്റ്, അദ്ദേഹത്തിനും അതിൻ്റെ ബന്ധപ്പെട്ട വകുപ്പുകളൊക്കെ ഞാൻ പരാതി കൊടുത്തു. അപ്പോൾ അതൊന്നും അവർ അത് മൈൻഡ് ചെയ്തില്ല. എന്നാൽ പിന്നെ ഞാൻ ഓംബുഡ്സ്മാന് പരാതി കൊടുത്ത് അദ്ദേഹമാണ് ഇത് വന്ന് പരിശോധിച്ച് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത്. കൊല്ലം ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊടിമരം ക്ലാവ് പിടിച്ച സംഭവത്തിൽ 10 വർഷമായിട്ടും അന്വേഷണം എങ്ങുമെത്തിയില്ല. 6 കിലോ സ്വർണം ഉപയോഗിച്ച് പണിത കൊടിമരം 3 മാസത്തിനുള്ളിൽ കറുത്തു പോവുകയായിരുന്നു. ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ അഴിമതി കണ്ടെത്തിയിരുന്നു. നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും അവർ ചിലവഴിച്ച ഈ ആ തുക ഉപയോഗിച്ച് നിർമ്മിച്ച സ്വർണ്ണപ്പറകൾ, ആ പറകളിൽ അത്രയും സ്വർണം തന്നെ ഉണ്ടോ എന്നുള്ളത് ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരും ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി കൊണ്ടുപോയ കൊടിമരത്തിലെ സ്വർണ്ണപ്പാളികൾ ദേവസ്വം ബോർഡ് തിരിച്ചു തരുന്നില്ലെന്ന് ദേവസ്വം ഉപദേശക സമിതി. ഏതാണ്ട് 8.5 കോടി രൂപയുടെ മേളിൽ വരും ഇപ്പോഴത്തെ അതിൻ്റെ വാല്യൂ. ഇപ്പോഴത്തെ നമ്മുടെ ഉപദേശ സമിതിയുടെ നിലപാടെന്ന് പറയുന്നത് ഭക്തജനങ്ങൾ കൊടുത്ത സ്വർണം എവിടെ, അത് ഇപ്പം ഏത് രൂപത്തിലായാലും അത് ശാസ്താംകോട്ട അമ്പലത്തിന് ആസ്തിയാണ്. കൊടിമരത്തിൽ ഉപയോഗിച്ച സ്വർണത്തിന്റെ തൂക്കത്തിൽ കുറവുണ്ടെന്നും പരാതിയുണ്ട്. സ്വർണം പൂശിയ 19 എണ്ണത്തിൽ 14 നമ്പർ ഒഴികെ ബാക്കി എല്ലാ പാളികളും കറുത്തതായും അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ G. ബൈജു സാക്ഷ്യപ്പെടുത്തിയ റിപ്പോർട്ട് 24 ലഭിച്ചു. കേസ് എങ്ങുമെത്തിയില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷമായി സ്വർണം പൂശിയ പാളികൾ ദേവസ്വം ബോർഡിന്റെ ഗോഡൌണിൽ ചാക്കിൽ പൊതിഞ്ഞ നിലയിലാണ്. 24 കൊല്ലം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. നവംബർ 6-നും 11-നും 2 ഘട്ടമായാണ് വോട്ടെടുപ്പ്. 14-നാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ബീഹാർ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന് തന്നെ മാതൃകയാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിന് ബീഹാറിൽ കളമൊരുങ്ങി. 243 അംഗ ബീഹാർ നിയമസഭയിലേക്ക് 2 ഘട്ടമായാണ് വോട്ടെടുപ്പ്. ഛത് പൂജ ആഘോഷങ്ങൾക്ക് ശേഷം നവംബർ 6-നും 11-നും 2 ഘട്ടമായാണ് വോട്ടെടുപ്പ്. 14-നാണ് വോട്ടെണ്ണൽ. बिहार के चुनाव 2 फेजेस में होंगे और डेट ऑफ पोल 6 नवंबर थर्सडे और दूसरा 11 नवंबर ट्यूसडे. काउंटिंग 14 नवंबर को होगी. 7.43 കോടി വോട്ടർമാരുള്ള ബീഹാറിൽ
90,712 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉണ്ടാക്കുക. എല്ലാ ബൂത്തുകളിലും 100% വെബ്കാസ്റ്റിംഗ്, ബൂത്തുകൾക്ക് പുറത്ത് മൊബൈൽ സമർപ്പിക്കാനുള്ള സൗകര്യമടക്കം പുതിയ പരിഷ്കാരങ്ങൾ ബീഹാർ തിരഞ്ഞെടുപ്പ് മുതൽ രാജ്യത്താകെ നടപ്പാക്കും. BJP, ജനതാദൾ യുണൈറ്റഡ്, ലോക് ജൻശക്തി പാർട്ടി, ഹിന്ദുസ്ഥാനി ആവാം മോർച്ച, രാഷ്ട്രീയ ലോക് മോർച്ച എന്നീ പാർട്ടികൾ ഉൾപ്പെട്ട NDA സഖ്യവും RJD, കോൺഗ്രസ്, ഇടതു പാർട്ടികൾ, വികാസ്ശീൽ ഇൻസാൻ പാർട്ടി, രാഷ്ട്രീയ ലോക് ജൻശക്തി പാർട്ടി എന്നിവരടങ്ങുന്ന മഹാസഖ്യവും തമ്മിലാണ് പ്രധാന മത്സരം. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടി മുഴുവൻ സീറ്റിലും മത്സരിക്കുന്നുണ്ട്. ബീഹാറിൽ ഇത്തവണ ഇഞ്ചോടിഞ്ച് മത്സരമെന്നാണ് പ്രവചനം. എന്നാൽ പതിവ് പോലെ ജാതി സമവാക്യങ്ങൾ വിധിയെഴുതുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുതിയ ഘടകങ്ങൾ ഉയർന്നു വരുമോ എന്നുള്ളതാകും നിർണായകം. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. 2023 യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പും അംഗത്വ വിതരണവും സുതാര്യമല്ലെന്ന് മൂവാറ്റുപുഴ മുൻസിഫ് കോടതി. പോളിംഗ്, ഫലപ്രഖ്യാപന തീയതി തുടങ്ങിയ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിൽ ഇല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പ് കോടതി റദ്ദാക്കിയില്ല. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, നേരത്തെ തന്നെ ഒരുപാട് പരാതികളും ആക്ഷേപങ്ങളും ഉണ്ടായതാണ് 2023 യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. അതിൽ തന്നെ ഇപ്പോൾ കോടതി എടുത്തിരിക്കുന്ന നിരീക്ഷണങ്ങൾ അത് ആരുടെ ഹർജിയിലാണ്, ആരുടെ പരാതിയിലാണ്, ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്നില്ല എന്ന് കോടതി നിലപാടെടുത്തത്? പ്രജിൻ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം നൽകിയ ഹർജിയാണിത്. തെരഞ്ഞെടുപ്പ് സുതാര്യമല്ല, തെരഞ്ഞെടുപ്പിലെ അംഗത്വ വിതരണത്തിലടക്കം പ്രശ്നമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയത്. തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. പിന്നാലെ ഈ കേസിൽ ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകളെ കക്ഷി ചേർക്കുകയും ഷാഫി പറമ്പിന് നോട്ടീസ് വയ്ക്കുകയൊക്കെ ചെയ്ത സംഭവമാണ്. അന്ന് വലിയ വിവാദമായിരുന്നു. ആ കേസിലാണ് മൂവാറ്റുപുഴ മുനിസിപ്പൽ കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. അതിൽ ഈ തെരഞ്ഞെടുപ്പ് നടപടിയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ കാര്യങ്ങൾ അത് സുതാര്യമല്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ. പ്രത്യേകിച്ച് വിജ്ഞാപന ദിവസം ഈ തീയതിയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. അതാണ് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഒപ്പം അതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുള്ളത് തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്യാനുള്ള സാഹചര്യം നിലവിലില്ല എന്നും കോടതിയുടെ വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭാഗികമായി മാത്രമാണ് ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസിന് തിരിച്ചടിയെന്ന് വിശേഷിപ്പിക്കാനാകുക. തെരഞ്ഞെടുപ്പ് റദ്ദാക്കാത്ത പശ്ചാത്തലത്തിൽ പ്രശ്നം യൂത്ത് കോൺഗ്രസിനെ ഹർജിയുമായി ബന്ധപ്പെട്ടില്ല. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറം സ്വദേശിയായ 6 വയസ്സുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ശനിയാഴ്ചയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചത്. എവിടെ നിന്നാണ് രോഗം 6 വയസ്സുകാരിക്ക് പിടിപെട്ടതെന്ന് വ്യക്തമല്ല. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. ഇതോടെ രോഗം ബാധിച്ച ആശുപത്രിയിലുള്ള കുട്ടികളുടെ എണ്ണം 2ആയി. രോഗം ബാധിച്ച മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സയിൽ കഴിയുന്ന 79-കാരന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. 24 കോഴിക്കോട്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. കോഴിക്കോട് അത്തോളിയിൽ തീപിടുത്തം. വർക്ക്ഷോപ്പിലെ ഗ്യാസ് സിലിണ്ടറിനാണ് തീപിടിച്ചത്. കാറിന്റെ ഒരു ഭാഗം കത്തി നശിച്ചു എന്ന് മനസ്സിലാവുന്നു. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്നും വിവരങ്ങളുമായി ചേരുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. സമീർ, എന്താണ് സംഭവിച്ചത്? അവിടെ ഗ്യാസ് സിലിണ്ടറിന് എങ്ങനെ തീപിടിച്ചു എന്ന് വ്യക്തമായിട്ടുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം? റിജിൻ, അല്പസമയം മുമ്പാണ് അത്തോളിയിൽ തീപിടുത്തം ഉണ്ടായത്. വർക്ക്ഷോപ്പിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. അവിടെയുള്ള ഒരു ഗ്യാസ് സിലിണ്ടറിനാണ് അത് ലീക്ക് ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് വളരെ വേഗത്തിൽ തീ പടർന്നു പിടിച്ചത്. തൊട്ടരികിലുണ്ടായിരുന്ന കാറിലേക്ക് അത് പടരുകയായിരുന്നു. വളരെ വേഗത്തിൽ തന്നെ അത് കെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് വലിയ ആശ്വാസം നൽകുന്ന കാര്യം. 6 കാറുകളാണ് ഈ സമയത്ത് ഈ വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരെണ്ണത്തിന്റെ ഒരു ഭാഗം ഇപ്പോൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റിടങ്ങളിലേക്ക് അത് പടരാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ അവിടെയുള്ള ജീവനക്കാരുടെയും അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. നാട്ടുകാരുടെയും അതുപോലെ തന്നെ അത്തോളി പോലീസ് കൂടാതെ കൊയിലാണ്ടിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും എത്തിക്കൊണ്ടാണ് ഇപ്പോൾ തീ അണക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. 5 വാഹനങ്ങൾ അവിടെ നിന്ന് വളരെ വേഗത്തിൽ മാറ്റി എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം ഉണ്ടായിട്ടില്ല, ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ളതും ആശ്വാസം നൽകുന്നു. ഏതായാലും ഇപ്പോൾ ഒരു കാറിന്റെ ഒരു ഭാഗമാണ് കത്തി നശിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടത്തിലേക്ക് പോകാതിരിക്കാൻ അവിടെയുള്ളവരുടെ എല്ലാവരുടെയും ശ്രദ്ധയുണ്ടായി, ഇടപെടൽ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തമിഴ്നാട്ടിലെ ചെങ്കൽപ്പെട്ട് വണ്ടല്ലൂർ മൃഗശാലയിൽ നിന്ന് കാണാതായ സിംഹം കൂട്ടിൽ തിരിച്ചെത്തി. കഴിഞ്ഞ വെള്ളിയാഴ്ച കാണാതായ ഷെറിയാർ എന്ന ആൺസിംഹമാണ് ഇന്ന് വൈകിട്ടോടെ തിരികെ എത്തിയത്. സിംഹത്തെ പാർപ്പിച്ചിരുന്ന 50 ഏക്കർ പരിധിയിൽ തെർമൽ ഇമേജിംഗ് ഡ്രോണും ക്യാമറകളും സ്ഥാപിച്ച് പരിശോധന നടത്തിവരികയായിരുന്നു. വനപാലകരെ 3 ദിവസം വട്ടം ചുറ്റിച്ച ശേഷം ഷേറിയാർ എന്ന ഷേരു തിരികെ എത്തി. വൈകിട്ട് കൂട്ടിൽ കയറുന്ന സമയമായപ്പോഴാണ് 3 ദിവസം കാട്ടിൽ വിലസി നടന്ന ഷേരു തിരിച്ചു വന്നത്.
50 കിലോമീറ്റർ ചുറ്റളവിലാണ് മൃഗശാലയിൽ സിംഹങ്ങൾ വിഹരിക്കുന്നത്. ഭക്ഷണ സ്ഥലത്തും കൂട്ടിലും സ്ഥിരമായി കൃത്യസമയത്ത് എല്ലാവരും ഹാജരാകാറുണ്ട്. വെള്ളിയാഴ്ച ഷേരു കൂട്ടിലെത്തിയില്ല. 5 സംഘങ്ങളായി തെർമൽ ഇമേജിംഗ് ഡ്രോണും ക്യാമറകളും സ്ഥാപിച്ച് നടത്തിയ പരിശോധനയിൽ ഷേരുവിൻ്റെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ബംഗളൂരുവിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഷേരുവിനെ. നടൻ ശിവകാർത്തികേയൻ ദത്തെടുത്ത സിംഹമാണിത്. സാധാരണ പരിശീലനത്തിലിരിക്കെ ഇത്തരത്തിൽ 2 ദിവസമൊക്കെ സിംഹം കൂട്ടിലേക്ക് വരാത്തത് പതിവാണെന്ന് അധികൃതർ പറയുന്നു. സിംഹം പൂർണ്ണ ആരോഗ്യവാനാണെന്നും ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നും ഇവർ കൂട്ടിച്ചേർത്തു. 24 ചെന്നൈ. തെരുവുനായ ശല്യം പ്രമേയമാക്കി നാടകം അവതരിപ്പിക്കുന്നതിനിടെ നടന് വേദിയിൽ തെരുവുനായയുടെ കടിയേറ്റു. കണ്ണൂർ കണ്ടക്കൈ സ്വദേശി രാധാകൃഷ്ണനാണ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. കണ്ണൂർ കണ്ടക്കൈ കൃഷ്ണപിള്ള സ്മാരക വായനശാലയാണ് നാടകത്തിന്റെ വേദി. തെരുവുനായ ശല്യം പ്രമേയമാക്കി പേക്കാലം എന്ന പേരിലാണ് ഏകാംഗ നാടകം. രാധാകൃഷ്ണൻ അരങ്ങ് തകർക്കുന്നതിനിടെ യഥാർത്ഥ വില്ലൻ വേദിയിലെത്തി. ഈ നാടകം കളിച്ചുകൊണ്ടിരിക്കുക സ്റ്റാർട്ടിംഗ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ കുട്ടീനെ കടിച്ചു കൊല്ലുന്ന ഒരു സൗണ്ടും നായ കുറക്കുന്ന സൗണ്ടൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാനിങ്ങനെ നായിനെ സങ്കല്പിക നായിയാണ് ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒറിജിനൽ നായ വന്നിട്ട് വേക്കുന്ന സൈഡിലൂടെ തന്നെ വന്ന് സ്റ്റേജും കയറിയിട്ട് എൻ്റെ കാലിൽ പിടിച്ച് കടിച്ചു. വേദിയിലെത്തിയ തെരുവുനായ കഥാപാത്രമാണെന്നാണ് കണ്ടുനിന്നവരും കരുതിയത്. വേദന കടിച്ചു പിടിച്ച് നാടകം പൂർത്തിയാക്കിയ ശേഷം രാധാകൃഷ്ണൻ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. ഒന്നും പ്രതീക്ഷിക്കാതെ സംഭവിച്ചതാണ്. അതുവരെ കാണികൾക്ക് ഒന്നും മനസ്സിലായില്ല. കാണികൾക്ക് ഒരു തമാശയോ അല്ലെങ്കിൽ ഒരു ഇതായിട്ട് കണ്ടിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ പരിയാരം മെഡിക്കൽ കോളേജിൽ പോയിട്ട് വാക്സിൻ എടുത്തു. കാലങ്ങളായി നാടകാഭിനയം തുടരുന്ന രാധാകൃഷ്ണന് ഇത് കലാജീവിതത്തിലെ ആദ്യ അനുഭവമാണ്. നാടകത്തിന്റെ പശ്ചാത്തലത്തിലെ കുരകേട്ട് നായ വേദിയിൽ എത്തിയതാകാനാണ് സാധ്യത. 24 കണ്ണൂർ. സംസ്ഥാനത്ത് പലയിടത്തും വിട്ടൊഴിയാതെ വന്യമൃഗശല്യം. കോഴിക്കോട് നാദാപുരത്തും ഇടുക്കി മൂന്നാറിലും ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. വയനാട് ചീരാലിൽ കരടി ശല്യത്തിനെതിരെ ഉടൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. വയനാട് നൂൽപ്പുഴ പോലീസ് സ്റ്റേഷനടുത്തുള്ള കുടുക്കിയിലാണ് ഇന്നലെയും ഇന്നുമായി കരടിയെ കാണുന്നത്. പൂളക്കര പ്രദേശത്തും കരടിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും പടയപ്പ ഇറങ്ങി. മറയൂർ റോഡിലെ വാഹനങ്ങൾ തടയുകയും വഴിയോര വ്യാപാര സ്ഥാപനങ്ങൾ തകർക്കുകയും ചെയ്തു. കോഴിക്കോട് നാദാപുരത്ത് ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാന പ്രദേശത്ത് വ്യാപക കൃഷിനാശം സൃഷ്ടിച്ചു. 5ഓളം കർഷകരുടെ തെങ്ങ്, കവുങ്ങ്, വാഴ, ഇടവിള കൃഷികൾ എന്നിവ കാട്ടാന നശിപ്പിച്ചു. കുട്ടിയാനകൾ ഉൾപ്പെടെ 16ഓളം ആനകളാണ് കൃഷിയിടത്തിലിറങ്ങിയത്. 24 കോഴിക്കോട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് നേരെ അഭിഭാഷകന്റെ അതിക്രമശ്രമം. സനാതനധർമ്മത്തെ അപമാനിക്കുന്നത് സഹിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു ചീഫ് ജസ്റ്റിസിന് നേരെ അഭിഭാഷകൻ രാകേഷ് കിഷോർ ഷൂ എറിയാൻ ശ്രമിച്ചത്. ഇതൊന്നും തന്നെ ബാധിക്കില്ലെന്നാണ് ചീഫ് ജസ്റ്റിസിന്റെ മറുപടി. അഭിഭാഷകനെ ബാർ കൌൺസിൽ സസ്പെൻഡ് ചെയ്തു. ഇന്ന് രാവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ ബെഞ്ച് ചേർന്ന സമയത്താണ് കോടതി മുറിക്കുള്ളിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. അഭിഭാഷകർ കേസ് പരാമർശിക്കുന്നതിനിടെയാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് നേരെ ഷൂ എറിയാൻ ശ്രമിച്ചത്. സനാതനധർമ്മത്തെ അപമാനിക്കുന്നത് സഹിക്കാനാകില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അഭിഭാഷകൻ രാകേഷ് കിഷോറിന്റെ അതിക്രമ ശ്രമം. കൃത്യസമയത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി തടഞ്ഞു. അതിക്രമം നടത്തിയ അഭിഭാഷകനെ പോലീസിലേൽപ്പിച്ചു. ഇതൊന്നും തന്റെ പ്രവൃത്തിയെ ബാധിക്കില്ല എന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ മറുപടി. ഖജുരാഹോയിലെ വിഷ്ണു വിഗ്രഹം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിനിടെ ചീഫ് ജസ്റ്റിസ് അത് ദൈവത്തോട് പോയി പറയൂ എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിനെതിരെ ചില ഹിന്ദു സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ചീഫ് ജസ്റ്റിസിനെതിരെ കോടതിയിൽ പ്രതിഷേധമുണ്ടായതെന്നാണ് വിവരം. സംഭവത്തെ അപലപിച്ച് അഭിഭാഷക സംഘടനകൾ രംഗത്തെത്തി. ചീഫ് ജസ്റ്റിസിനെതിരായ അതിക്രമത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപലപിച്ചു. സംഘപരിവാറിന്റെ വിഷലിപ്തമായ വർഗീയ പ്രചാരണമാണ് ഈ മാനസിക നിലയിലേക്ക് വ്യക്തികളെ കൊണ്ടെത്തിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. 24 ഡൽഹി. കോഴിക്കോട് നിരവധി മയക്കുമരുന്ന് കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. പന്ന്യങ്കര ചക്കുംകടവ് സ്വദേശി മുഹമ്മദ് അൻസാരിയെയാണ് ജയിലിലടച്ചത്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ദീപക്, വിശദാംശങ്ങൾ.
പ്രജിനി മയക്കുമരുന്നിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നുള്ളത് കഴിഞ്ഞ ദിവസം DGP രവത ചന്ദ്രശേഖർ 24-നോട് പറഞ്ഞിരുന്നു. അതേ തുടർന്ന് തന്നെ ഇപ്പോൾ മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്ന കോഴിക്കോട് മയക്കുമരുന്ന് ലഹരി വസ്തുക്കൾ MDMA ഉൾപ്പെടെ ഹാഷ് ഓയിൽ ഉൾപ്പെടെ ചില്ലറയായും മൊത്തവിതരണവും നടത്തുന്ന ആളാണ് ഈ അൻസാരി. മുഹമ്മദ് അൻസാരി പന്ന്യങ്കര പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ ചക്കുംകടവ് സ്വദേശിയാണ്. അയാൾക്കെതിരെ പന്ന്യങ്കര പോലീസിൻ്റെ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ SHO ആണ് റിപ്പോർട്ട് നൽകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അരുൺ കെ പവിത്രൻ DCP ജില്ലാ കലക്ടർക്ക് പ്രത്യേകമായ ഒരു റിക്വസ്റ്റ് നൽകുന്നു. കാപ്പ ചുമത്തി ജയിലിലടക്കണമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് പോലീസ് നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് ശരിവെച്ചുകൊണ്ട് ജില്ലാ കലക്ടറുടെ സവിശേഷമായ ജില്ലാ മജിസ്ട്രേറ്റ് അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ലഹരി മാഫിയ സംഘത്തിൽ അംഗമായ ലഹരി വിൽപ്പനക്കാരനായ ഒരു ക്രിമിനലിനെതിരെ ഈ കാപ്പ ചട്ടം പ്രകാരമുള്ള നടപടിയിലേക്ക് കടന്നത്. കാപ്പ ചുമത്തിക്കൊണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ്, തടവറയിലേക്കാണ് അയച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ സവിശേഷ അധികാരം സമീപകാലത്ത് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. അത്തരത്തിലുള്ള കടുത്ത നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടം കടന്നു എന്നുള്ളതാണ് വസ്തുത. പ്രജിൻ. ദീപക് ധർമ്മമാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട്. മട്ടാഞ്ചേരിയിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. കൂവപ്പാടം ജംഗ്ഷനിൽ വെച്ചാണ് ആക്രമണം. പരിക്കേറ്റ ബിനു ചികിത്സയിലാണ്. ആക്രമിച്ച ഇർഫാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രീലക്ഷ്മി വി പിള്ള കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീലക്ഷ്മി, എപ്പോഴാണ് സംഭവം, എന്താണ് വിശദാംശങ്ങൾ? പ്രജർ ഇന്ന് ഉച്ചയോടുകൂടിയാണ് മട്ടാഞ്ചേരിയിൽ കത്തിക്കുത്തുണ്ടാവുന്നത്. പ്രതി ഇർഫാനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മട്ടാഞ്ചേരി പോലീസാണ് ഇപ്പോൾ ഇർഫാനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബിനുവിനെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ബിനുവിന്റെ നില ഗുരുതരമായി തുടരുകയാണ്. പോലീസ് ഇപ്പോൾ പറയുന്നത് ഇവർ തമ്മിൽ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നെന്നും കൂടുതൽ ചോദ്യം ചെയ്തതിലൂടെ മാത്രമേ ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ബിനുവിനെ 8 തവണയോളം കുത്തിയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ശരി, ശ്രീലക്ഷ്മി വി പിള്ളയാണ് കൊച്ചിയിൽ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.